വറുത്ത മീൻ തിന്നാനുള്ള ശ്രമത്തിനിടെ പൂച്ചക്കുഞ്ഞിന്റെ തല ഗ്യാസ് സ്റ്റൗവിന്റെ ദ്വാരത്തിൽ കുടുങ്ങി. പൂച്ചക്കുട്ടിയെ രക്ഷിക്കാൻ ഒടുവിൽ ഫയർഫോഴ്സ് വേണ്ടി വന്നു. പന്തളത്താണ് ഈ സംഭവം നടന്നത്. ആ വാർത്തയിലേക്ക് നമ്മൾ പെട്ടെന്ന് കടക്കുന്നു. ശ്രീകുമാരൻ ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശ്രീത്ത്, എന്താണ് സംഭവം? പന്തളത്ത് നിന്നാണ് ഈ ഒരു വാർത്ത വരുന്നത്. ഷിയാസ് മൻസിൽ എന്നൊരു വീടാണ് ആ പ്രദേശത്ത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഒരു സംഭവം നടക്കുന്നത്. നല്ല വറുത്ത മീനുണ്ടായിരുന്നു. ആ മണം കേട്ട പൂച്ച ആ പ്രദേശത്തേക്ക് എത്തുകയായിരുന്നു. അതിനുശേഷം മീനിന്റെ ഇറങ്ങി എന്നാണ് വീട്ടുകാർ പറയുന്നത്. വീട്ടുകാർ ആദ്യഘട്ടത്തിൽ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. ചെറിയൊരു ദ്വാരമായിരുന്നു, രക്ഷിക്കാൻ ഇട്ടെടുത്തു കഴിഞ്ഞാൽ കഴുത്ത് മുറിയുകയും പൂച്ചയ്ക്ക് അപകടം സംഭവിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പായതോടുകൂടി പെട്ടെന്ന് തന്നെ അടൂരിലെ ഫയർഫോഴ്സിനെ വിളിക്കുകയായിരുന്നു. അടൂരിലെ ഫയർഫോഴ്സ് എത്തി ഏതാണ്ട് ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് ആ സംഘം ആ പൂച്ചക്കുട്ടിയെ ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. എന്നാലും പൂച്ചയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല. അതിനുശേഷം ഒരു കഷ്ണം മീനും കൊടുത്താണ് പൂച്ചയെ അവർ ആ വീട്ടിൽ നിന്ന് മടക്കി അയച്ചതെന്നാണ് ഏറ്റവും ഒടുവിൽ ഫയർഫോഴ്സ് അധികൃതർ പറയുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. എന്തായാലും വറുത്ത മീൻ തിന്നാനുള്ള ശ്രമത്തിനിടെയാണ്, വലിയ ആഗ്രഹത്തിലാണ് പൂച്ചക്കുഞ്ഞ് ഈ തല ഗ്യാസ് സ്റ്റൗവിൽ ഇട്ടത്. അത് അവിടെ കുടുങ്ങിപ്പോവുകയായിരുന്നു. പക്ഷേ പൂച്ചക്കുട്ടിയെ രക്ഷിക്കാൻ ഫയർഫോഴ്സ് എത്തി. അങ്ങനെ പന്തളത്താണ് ഈ സംഭവം നടന്നത്. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പൂച്ചക്കുഞ്ഞ് ഇപ്പോൾ ഉഷാറാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. മാത്രമല്ല, ഒരു വലിയ മീൻ കഷ്ണം തന്നെ അതിന് കിട്ടി എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ശ്രീത്താണ് വിവരങ്ങൾ നൽകിയത്.